ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ളവരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചന ഭാഗം കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ ചില ദൈവവചന ഭാഗങ്ങളാണ്. കൊരിന്ത് എന്ന് ഉള്ളത് ഗ്രീസിലെ ഒരു പട്ടണമാണ്. കൊരിന്തിന് 3 പ്രത്യേകതകളാണുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത, കൊരിന്തിലാണ് റോമക്കാർ മദ്യപാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം. കൊരിന്തോസിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് റോമക്കാർ വേശ്യാവൃത്തിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് കൊറിന്തോസ് എന്നുള്ളത്. കൊറിന്തോസിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് സ്ത്രീകളെ അടിമകളായി വിൽക്കുന്ന സ്ഥലമായിരുന്നു കൊറിന്തോസ്. അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് അബ്രഹാം ലിങ്കനാണെന്ന് താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ 3 കാര്യത്തിന് കുപ്രസിദ്ധി ആർജിച്ച സ്ഥലമായിരുന്നു കൊരിന്ത്. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, റോമക്കാർ മദ്യപാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു കൊരിന്ത്. 2, സ്ത്രീകളെ വ്യഭിചാര പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമായിരുന്നു കൊരിന്ത്. 3, സ്ത്രീകളെ അടിമകളായി വിൽക്കുന്ന സ്ഥലമായിരുന്നു കൊരിന്ത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസുകാർക്ക് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാം ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് നമ്മുടെ ആദ്യത്തെ ധ്യാന ചിന്തയ്ക്കെടുക്കുന്നത്. അതിൽ 2-ാമത്തെ അധ്യായം 14-ാം വാക്യം. 1 കൊരിന്തോസ് 2-ന്റെ-14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യൻ. യാക്കോബായ സഹോദരങ്ങളുടെ ബൈബിളിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നില്ല എന്നാണ്. എന്നാൽ POC ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത് ലൗകിക മനുഷ്യൻ, അവന് ദൈവാത്മാവിൻ്റെ ഉപദേശങ്ങൾ അവന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അവന് ഭോഷത്വമായിട്ടാണ് തോന്നുക. പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, ഇത് ആവശ്യമില്ലാത്ത കാര്യമായിട്ടാണ് ലൗകിക മനുഷ്യൻ കാണുക എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ന്റെ-14-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആളുകൾ ലൗകികരാണെന്നാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, പദാർത്ഥമാണ് യാഥാർത്ഥ്യം, ഈ കാണുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഈ പ്രപഞ്ചം കാണുന്നതാണ്, ഈ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നതാണ്, അതുമാത്രമേ ഉള്ളൂ, അതിനപ്പുറമുള്ളതൊന്നുമില്ല, ദൈവമില്ല, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സ്വർഗമില്ല, ആ നിത്യതയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർ, പദാർത്ഥം മാത്രമാണ് യാഥാർത്ഥ്യം, അതിനപ്പുറമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർ, അവരെയാണ് ബൈബിൾ പറയുന്നത് ലൗകികർ. ലൗകികർ ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, ഈ ലോകവുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, അതിനപ്പുറമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ. സ്നേഹമുള്ളവരെ, അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് കിടക്കുമ്പോൾ ആ കുഞ്ഞിന് ചെവിയുടെ ആവശ്യമുണ്ടോ? ആ കുഞ്ഞിന് നാവിൻ്റെ ആവശ്യമുണ്ടോ? ആ കുഞ്ഞിന് മൂക്കിൻ്റെ ആവശ്യമുണ്ടോ? അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ശ്വസിക്കുന്നില്ലല്ലോ. ശ്വസിച്ചാൽ ആ ഗർഭപാത്രത്തിലുള്ള ലിക്വിഡ് മുഴുവൻ കുട്ടിയുടെ മൂക്കിലേക്ക് കയറും, ആ കുട്ടി മരിച്ചു പോവും. ഈ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെയാണ്, കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി അമ്മയുടെ ഗർഭാശയ ഭിത്തിയായിട്ട് ഒട്ടിയിരിക്കുന്നു, അതിലൂടെയല്ലേ കുഞ്ഞിന് ആവശ്യമുള്ളത് കിട്ടുന്നത്. അപ്പോൾ അവിടെ മൂക്ക് ആവശ്യമില്ലല്ലോ, കൈകാലുകളൊന്നും ആവശ്യമില്ലല്ലോ, കുട്ടി നടക്കുന്നില്ല, ചാടുന്നില്ല, ആഹാരം കഴിക്കേണ്ട. സ്നേഹമുള്ളവരെ, എന്നാൽ ഇതൊക്കെ എന്തിനാണ് അമ്മയുടെ ഉള്ളിൽ വെച്ച് തന്നെ ഈ കുഞ്ഞിന് നൽകിയത്? കുഞ്ഞിനെ അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തിലേക്ക് കുഞ്ഞ് പോകുന്നു. ആ ലോകത്തിൽ ഈ കുഞ്ഞിന് ചെവി ആവശ്യമുണ്ട്, മൂക്കാവശ്യമുണ്ട്, നാക്കാവശ്യമുണ്ട്, കൈകാലുകൾ ആവശ്യമുണ്ട്. യൂട്രസിൽ കിടക്കുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല, പുറത്ത് വരുമ്പോൾ അത് ആവശ്യമുണ്ട്. അപ്പോൾ പുറത്ത് മറ്റൊരു ലോകമുണ്ട്, ആ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. എന്നതുപോലെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരണശേഷം മറ്റൊരു ലോകത്തിലേക്ക് പോകും. ആ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് ഇടവരണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാത്മാവിനെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ അറിവ് ആത്മീയ മനുഷ്യനേ ഉള്ളൂ, ലൗകികന് ഇല്ല. ലൗകികൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഈ ലോകസുഖങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നവർ, ഉണ്ണുക, ഉറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. മൃഗങ്ങളുടെ ചില സ്വഭാവമാണ്. മൃഗങ്ങൾ എന്ത് ചെയ്യും? മൃഗങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഇര തേടുക, രണ്ടാമത്തെ സ്വഭാവമാണ് ഇണചേരുക, മൂന്നാമത്തെ സ്വഭാവമാണ് കിടന്നുറങ്ങുക. ഇര തേടുക, ഇണചേരുക, ഉറങ്ങുക, ഇത് 3 ഉള്ളൂ മൃഗത്തിന്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് ഉണ്ടും ഉറങ്ങിയും ഇണചേർന്നും ജീവിച്ചാൽ പോരാ, അതിനേക്കാൾ വലിയ ഉദ്ദേശമുണ്ട് അവൻ്റെ സൃഷ്ടിയിൽ തന്നെ.
അപ്പം അതുകൊണ്ട് ലൗകികരായി ജീവിക്കുന്നവർ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നു. അവർ ഈ ലോകത്തിൻ്റെ മമതകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു. യേശു കർത്താവ് തിരുവചനത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 15-16 വാക്യങ്ങളിൽ 17 ഉൾപ്പെടെ വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ലോകത്തിലെ വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ല, കാർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ല. അവയൊന്നും സ്നേഹിക്കരുത്. വസ്തുക്കളെ സ്നേഹിക്കാൻ പാടില്ല, വ്യക്തികളെയാണ് സ്നേഹിക്കേണ്ടത്. എന്നാൽ ലോകമനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? വസ്തുക്കളെ സ്നേഹിക്കുകയും മനുഷ്യനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സൺഡേ സ്കൂളിലെ കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാ കുട്ടികളും പള്ളിക്കകത്ത്, ഒരാൾ മാത്രം പള്ളിക്ക് പുറത്ത് പള്ളിയുടെ സ്റ്റെപ്പിലിരിക്കുന്നു. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അവൻ പറഞ്ഞു, പക്ഷേ എൻ്റെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നു, ആ സൈക്കിൾ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയാലോ എന്ന് ചിന്തിച്ചിരിക്കുന്നതാണ്. നോക്കൂ, അപ്പം ഞാൻ ചോദിച്ചു, പള്ളിക്കകത്ത് പോകണ്ടേ? കുർബാന നിനക്ക് ഉൾക്കൊള്ളണ്ടേ? കുർബാനയിൽ പങ്കെടുക്കണ്ടേ? അല്ല, ഇവിടെ ഈ സ്റ്റെപ്പിലിരുന്നാലും കുർബാന കാണാൻ പറ്റും. നോക്കുക, കുട്ടിയുടെ ഉള്ളിൽ സൈക്കിളാണ്, കുട്ടിയുടെ ഉള്ളിൽ സൈക്കിൾ നിറഞ്ഞിരിക്കുന്നു. അവന് അതിനോടാണ് സ്നേഹമാണ്. അവൻ സൈക്കിൾ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, സൈക്കിളിനെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ളവരെ, വസ്തുക്കളെ സ്നേഹിക്കാൻ പാടില്ല, വസ്തുക്കളെ ഉപയോഗിക്കാനേ പാടൂ. എന്നാൽ വ്യക്തികളെ സ്നേഹിക്കണം. എന്നാൽ തിരിച്ചാണ് ഇപ്പോൾ ലോകമയമുള്ള മനുഷ്യർ വ്യക്തികളെ ഉപയോഗിക്കാൻ ശ്രമിക്കും. ഒരു അമ്മയും ഒരു അപ്പച്ചനും തൻ്റെ മക്കളെ ഉപയോഗിക്കുകയല്ല, സ്നേഹിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ ഉപയോഗിക്കുകയല്ല, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയാണ്. നല്ല അധ്യാപകർ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുകയല്ല, നല്ല അധ്യാപകർ വിദ്യാർത്ഥികളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ലോകമനുഷ്യൻ്റെ പ്രത്യേകത, ലോകമനുഷ്യൻ വ്യക്തികളെ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ബൈബിളിലെ സാവൂളിനെ നോക്കൂ. പഴയ നിയമത്തിലെ സാവൂൾ വീരന്മാരായിട്ടുള്ള ആളുകൾ കിട്ടിയാൽ തൻ്റെ കൂടെ ചേർക്കും. വലിയ വലിയ ആളുകൾ കിട്ടിയാൽ, യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരെ കിട്ടിയാൽ സാവൂൾ തൻ്റെ ഗ്രൂപ്പിൽ ചേർക്കും. ദാവീദ് അങ്ങനെയല്ലായിരുന്നു. ദാവീദിനെ നോക്കൂ. ദാവീദിൻ്റെ കൂട്ടുകാരെ പറ്റി ബൈബിൾ പറയുന്നത് കടമുള്ളവർ, ദരിദ്രർ, ഇങ്ങനെയുള്ള രോഗികൾ, ഇങ്ങനെയുള്ള ആളുകളായിരുന്നു ദാവീദിൻ്റെ കൂട്ടുകാർ. ദാവീദ് എന്ത് ചെയ്യുന്നു? തൻ്റെ കൂടെ ചേർന്ന ആളുകളെ വീരന്മാരായി മാറ്റി. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. സാവൂൾ എന്ത് ചെയ്തു? തന്നോട് കൂടെ ചേർക്കുന്നവരെ, വീരന്മാരായിട്ടുള്ളവരെ ചേർത്തപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് തനിക്ക് കിട്ടിയവരെ വീരന്മാരാക്കി മാറ്റി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, യേശു കർത്താവ് അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല ആളുകളെ യേശു തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. പാപികളായിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് അവരെ വിശുദ്ധീകരിച്ച് അവരെ സമൂഹത്തിനും സഭയ്ക്കും ഉപകാരമുള്ള ആളുകളാക്കി മാറ്റുന്നു. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതാണ്, നമ്മൾ ലൗകികരായിട്ട് ജീവിക്കാൻ പാടില്ല. കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ച് കടന്നു പോകുന്നു. ഈ ലോകമോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ ആശയം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, സഹോദരരെ, നിങ്ങളെ എനിക്ക് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യനോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. 1 കൊരിന്ത്യർ 3-ന്റെ 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നതാണ്. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ മനുഷ്യനെ പറ്റി അപ്പോസ്തലൻ പറയുന്നു, ചില ആളുകൾ ജഡിക മനുഷ്യരാണ്. ജഡികർ ആരാണ്? ജഡികർ വചനം വീണ്ടും വായിക്കുമ്പോൾ അവിടെ കാണുന്നു, പിന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ. അപ്പോൾ എപ്പോഴും അസൂയ, മനസ്സിൽ തർക്കങ്ങൾ, വെറുപ്പ്, വഴക്കുകൾ, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ആളുകളെയാണ് ബൈബിൾ ജഡിക മനുഷ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കൂട്ടം ആളുകൾ ജഡിക മനുഷ്യരാണ്. ഒരിക്കൽ കോളേജിൽ പഠിക്കുന്ന, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആകുന്ന ബി എഡ് സ്റ്റുഡൻസിന് വേണ്ടി ഈ വിഷയം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ ധ്യാനം ഇവിടെ കഴിഞ്ഞ ആഴ്ചയാണ് നടന്നിരുന്നതെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി പിന്നെ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയില്ലായിരുന്നു. മാത്രമല്ല, അവൾക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാമായിരുന്നു. എന്താ അച്ഛൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലായോ? അവൾ സ്വന്തം ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ബുദ്ധിശൂന്യമായ തീരുമാനമെടുത്ത് അവളുടെ അപ്പയും അമ്മയും വേദനിപ്പിച്ച് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് പറയുന്നത് ജഡിക മനുഷ്യർ. ജഡത്തിൻ്റെ കാര്യം മാത്രമേ ശ്രദ്ധയിലും ചിന്തയിലുള്ളൂ. ജഡികരായിട്ടുള്ള ആളുകളെ കുറിച്ച് വചനം ധാരാളം പഠിപ്പിക്കുന്നുണ്ട്.
റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിനെക്കുറിച്ച് മാത്രമാണ്, ആത്മീയ മനുഷ്യരെക്കുറിച്ചും ജഡിക മനുഷ്യരെക്കുറിച്ചും. അപ്പം അതുകൊണ്ട് ജഡത്തിൽ മനസ്സ് വെച്ചാൽ മരണമാണ് എന്നാണ് പറയുന്നത്, ആത്മാവിൽ മനസ്സ് വെച്ചാൽ ജീവനും സമാധാനവും. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഈ ഫ്ലഷ് നേച്ചർ അതിലേക്ക് മാത്രം മനസ്സ് വെച്ച് ജീവിച്ചാൽ നമ്മൾ ഈ നൈമിഷിക സുഖങ്ങൾ, മൊമെൻ്ററി പ്ലഷേഴ്സ് അതിൽ വീണു പോകും. അതിൽ വീണു പോകുന്ന ആൾക്ക് ആത്മീയനായി ജീവിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ രണ്ടാമത്തെ തരം മനുഷ്യരെക്കുറിച്ച് വേദം നമ്മളെ പഠിപ്പിക്കുന്നത് ജഡമനുഷ്യർ എന്നാണ്. ജഡമനുഷ്യർ അഥവാ കാർണൽ മാൻ, ജഡിക മനുഷ്യൻ. അങ്ങനെ ജഡികനായി ജീവിക്കാൻ നമുക്ക് ജഡത്തോട് കടപ്പാടില്ല എന്ന് വചനം സാക്ഷിക്കുന്നു. മൂന്നാമത്തെ മനുഷ്യരെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് 1 കൊരിന്ത്യർ 2:15 വാക്യമാണ്, 16 വാക്യമാണ്, 15 വാക്യമാണ്. ആ 15 വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. മൂന്നാമത്തെ മനുഷ്യനെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയ മനുഷ്യൻ എന്നാണ്. ആരാണ് ആത്മീയ മനുഷ്യൻ? എങ്ങനെയാണ് ഒരാൾക്ക് ആത്മീയ മനുഷ്യനായിട്ട് മാറാൻ സാധിക്കുക? ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മീയ മനുഷ്യൻ, 3 തരം മനുഷ്യൻ. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ 3 തരം മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. ഒന്നാമത്തെ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞു, ലൗകികൻ, ഈ ലോകത്തോട് മാത്രം ബന്ധമുള്ളത്. രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ജഡീകൻ. മൂന്നാമത്തെ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. എങ്ങനെയാണ് ഒരാൾക്ക് ആത്മീയ മനുഷ്യനായി മാറാൻ സാധിക്കുക? ദൈവവചനം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ദൈവവചനം ഒരാളെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്ന ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? വളരെ വ്യക്തമായി ആത്മീയ മനുഷ്യൻ എങ്ങനെയാണ് ആവുക എന്ന് പറയുന്നു. ബൈബിളിൻ്റെ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. പുതിയ നിയമമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സ്ത്രീയിലും പുരുഷനിൽ തന്നെ 3 വിഭാഗം ആളുകളുണ്ട് എന്നുള്ളത്. അതാണ് ലൗകികൻ, ജഡികൻ, ആത്മീയൻ. എങ്ങനെയാണ് ഒരാൾക്ക് ആത്മീയ മനുഷ്യനായിട്ട് മാറാൻ പറ്റുക? എങ്ങനെയാണ് ഒരാളുടെ അന്തരംഗം മാറുക? അന്തരംഗം മാറുന്നത് എളുപ്പമല്ല. അത് പടിപടിയായിട്ടാണ്, ഗ്രാജുവൽ പ്രോസസ്സാണ് നടക്കുക. ചില ആളുകളെ പെട്ടെന്ന് ദൈവം വ്യത്യാസപ്പെടുത്തി എന്നും വരാം. ചിലപ്പോൾ പടിപടിയായിട്ടാണ് വ്യത്യാസം വരിക. നോക്കൂ എങ്ങനെയാണ് വ്യത്യാസം വരിക. അതാണ് ബൈബിൾ സാക്ഷിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 23-ാം വാക്യം. 1 പത്രോസ് 1:23 മനഃപ്പാഠമാക്കേണ്ട ഒരു ദൈവവചന ഭാഗമാണത്. പത്രോസ് ലീഗ പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അമ്മയുടെ വയറ്റിൽ നിന്ന് 1-ാമത്തെ ജനനം കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്, വീണ്ടും ജനിക്കുക. ആ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, നശിച്ചു പോകുന്ന ബീജത്തിൽ നിന്നല്ല അത്രേ. പിന്നെ എങ്ങനെയാണ്? അനശ്വരമായ ബീജത്തിൽ നിന്ന്. എന്താണ് അനശ്വരമായ ബീജം? അവിടെ തൊട്ടടുത്ത് തന്നെ പറയുന്നു, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ദൈവവചനമാണ് ഒരാളെ വീണ്ടും ജനിപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഇത് എങ്ങനെയാണ് നടക്കുക? ശ്രദ്ധിക്കാമോ? ഒരു കോഴിപ്പിട, ഒരു കോഴിയമ്മ, ആ തള്ളക്കോഴി താനിട്ട കോഴിമുട്ടയുടെ മുകളിൽ കയറിയിരിക്കുന്നു. 21 ദിവസം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കോഴിയുടെ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നു. ആ സമയത്ത് തള്ളക്കോഴിയുടെ ശരീരത്തിൽ പനി പിടിച്ച ആളുകളെ പോലെയാണ്. ആ ബോഡി ടെമ്പറേച്ചറാണ് ഈ കോഴിമുട്ടയെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന സംഭവം ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ കോഴിമുട്ട കോഴിത്തള്ളയുടെ അകത്തുനിന്ന് വന്നതല്ലേ? അതാണ് 1-ാമത്തെ ജനനം. 2-ാമത്തെ ജനനോ ഈ തള്ളക്കോഴിയുടെ ചൂടേറ്റ് വീണ്ടും അതിന് ഉണ്ടാകുന്ന വീണ്ടും ജനനം, അഥവാ മനസാന്തര അനുഭവം, അഥവാ ഒരു പുതിയ സൃഷ്ടിയാകുന്ന പ്രക്രിയ. ഈ പ്രകൃതിയിൽ തന്നെ അത് നമുക്ക് പഠിക്കാവുന്ന ദൃഷ്ടാന്തങ്ങളാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു എന്നതുപോലെ ഒരു വ്യക്തി ദൈവവചനം ഒരാളുടെ അകത്തേക്ക് കയറുമ്പോൾ മാത്രമേ അദ്ദേഹം പുത്തൻ മനുഷ്യനായിട്ട് മാറുള്ളൂ. ആ അത്ഭുതം ചെയ്യുന്നത് ദൈവവചനമാണ്. നോക്കുക, വചനത്തിൻ്റെ അത്ഭുതം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63 മുതൽ വാക്യങ്ങൾ, അല്ലെങ്കിൽ 63-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. വചനത്തിൻ്റെ പ്രത്യേകതകളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവവചനം ആത്മാവും ജീവനുമുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വചനത്തിൻ്റെ അകത്ത് ആത്മാവും ജീവനുമുണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ട് ചില ടൂർ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന അവസരത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? പുഴയുടെ തീരത്ത് എന്നാൽ മിനുസമുള്ള കല്ലുകൾ കിട്ടും. കുഞ്ഞുങ്ങളതെല്ലാം പെറുക്കിക്കൊണ്ടുവരും, മിനുസമുള്ള കല്ലുകൾ. ആ കല്ലുകൾ അവർക്ക് വളരെ ഇഷ്ടമാണ്. ആ കല്ലുകൾ കുഴിച്ചിട്ട് നോക്കൂ, എല്ലാ ദിവസവും വെള്ളമൊഴിക്കൂ, ഒരൊറ്റ കല്ല് മുളച്ചു വരുമോ? മുളച്ചു വരികയില്ല. എന്നാൽ ഏതെങ്കിലും ചെടിയുടെ വിത്തുകൾ കുഴിച്ചു വെച്ച് നോക്കൂ,
അല്പം നനവിറങ്ങിയാൽ മതി, അപ്പോൾ തന്നെ വിത്ത് മുളയ്ക്കാൻ തുടങ്ങുന്നു. കല്ല് എന്തുകൊണ്ട് മുളയ്ക്കുന്നില്ല? കല്ലിൽ ജീവനില്ല. വിത്ത് എന്തുകൊണ്ട് മുളയ്ക്കുന്നു? വിത്തിൽ ജീവനുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവവചനത്തിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്ന ആ ദൈവിക ജീവൻ, അതാണ് ആ വിത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജീവന് സദൃശ്യമായിട്ട് കർത്താവ് പറയുന്നത്. ആ ജീവനുള്ള വാക്കുകൾ ഒരാളിൽ പ്രവേശിക്കുമ്പോൾ അയാൾ ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറുന്നു. അല്ലാതെ ഒരാൾക്ക് ചുമ്മാ ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ്. വസ്ത്രത്തിലാണോ ഭക്തി ഇരിക്കുന്നത്? ആ വസ്ത്രത്തിലല്ല ഭക്തി ഇരിക്കേണ്ടത്, അതെല്ലാം ആന്തരികമാണ്. ഒരാൾ താടി ദീക്ഷ നീട്ടി വളർത്തിയതുകൊണ്ട് അയാൾ ഭക്തനാകുമോ? ഒരാൾ വെള്ളവസ്ത്രമോ കാവ്യവസ്ത്രമോ ധരിച്ചതുകൊണ്ട് ഒരാൾ ആത്മീയനായിട്ട് മാറുമോ? ആത്മീയത വസ്ത്രത്തിലല്ല, ആത്മീയത അലങ്കാരത്തിലല്ല, ആത്മീയത ആന്തരികതയിലാണ്. ആ ആന്തരികതയിൽ ദൈവം ഇടപെടുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് വ്യത്യാസമുണ്ടാകൂ. ആ ആന്തരിക മനുഷ്യന് വ്യത്യാസം ഉണ്ടാവണം. പച്ചരിമ്പ് കഷ്ണത്തിൽ കറണ്ട് കടത്തിവിടുമ്പോൾ അതിൽ മോളിക്യൂൾ സൗത്ത് പോൾ സൗത്തിലേക്കും നോർത്ത് പോൾ നോർത്തിലേക്കും വന്നു. അത് ഇപ്പോൾ ഒരു മാഗ്നറ്റാണ്. ചുമ്മാ ഒരു പച്ചരിമ്പ് കഷ്ണത്തെ എടുത്തു നോക്കൂ, ആ പച്ചരിമ്പ് ഒരു കാന്തമല്ല, ഒരു മാഗ്നറ്റ് അല്ല. അതിനൊന്നിനെയും ആകർഷിക്കാൻ കഴിയില്ല. എന്നാൽ അതിൽ കറണ്ട് വന്നു കഴിയുമ്പോൾ അതൊരു മാഗ്നറ്റായിട്ട് മാറിയതുപോലെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരാൾ ആത്മീയ മനുഷ്യനായിട്ട് മാറൂ. അല്ലാതെ സ്വയമേവ ഒരാൾക്ക് ആത്മീയനായിട്ട് മാറാൻ സാധിക്കുകയില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇനി ഞാനും നിങ്ങളും ഒരു ആത്മീയ മനുഷ്യനാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? 2 ഉദാഹരണങ്ങൾ കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബൈബിളിൽ യേശു മനുഷ്യകുലത്തെ വിളിച്ചത് ആട്ടിൻകുട്ടികളെന്നാണ്. നിങ്ങൾ എൻ്റെ ആടുകളാണ്, അജഗണമെന്നാണ്. എന്തെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ആട് കടിച്ച് ഒരു ചേട്ടൻ കൊല്ലപ്പെട്ടു? ഒരിക്കലും വായിക്കില്ല. ആട് സാധു മൃഗമാണ്, ആട് ആരെയും കടിക്കാറില്ല. ഇനി കടിച്ചാലും വിഷമില്ലാത്ത ജീവിയാണ്. ആട് സാധു മൃഗമാണ്. ആട്ടിൻകുട്ടിയെ കെട്ടി അതിനെ തീറ്റി വയറ് നിറയ്ക്കാൻ ശ്രമിച്ചു നോക്കൂ, സാധിക്കില്ല. അത് ഇക്കരെ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് നോക്കും, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ പ്രകൃതവും. ഇവിടുന്ന് വിദേശത്തേക്ക് പോവും, വിദേശത്ത് ചെല്ലുമ്പോൾ തോന്നും നാട്ടിലേക്ക് തിരിച്ചു വരിക. നോക്കൂ, ആട്ടിൻകുട്ടിയെ പോലെയാണ് മനുഷ്യവർഗം. പെട്ടെന്ന് വഴിതെറ്റിപ്പോകാം. എന്നാൽ ഈ ആട്ടിൻകുട്ടിയെ ഒരു ചെളിക്കുഴിയിലേക്ക് തള്ളിയിട്ട് നോക്കൂ, ആട്ടിൻകുട്ടി ഒരിക്കലും ആ ചെളിക്കുഴിയിൽ കിടക്കില്ല. ആട്ടിൻകുട്ടി ചാടി എഴുന്നേൽക്കും, ആ ചെളിയെല്ലാം ദേഹത്തു നിന്ന് കുടഞ്ഞു കളയാൻ ശ്രമിക്കും. മാത്രമല്ല ആ കുഴിയിൽ നിന്ന് കയറി വരും. കയറി വന്നാലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ആട്ടിൻകുട്ടിയുടെ ആ ദേഹത്തുള്ള അഴുക്ക് മുഴുവൻ ഏതെങ്കിലും മരത്തിൽ അത് ഒരച്ചൊരച്ച് ആ അഴുക്ക് കളയാൻ നോക്കും. ഇതാണ് ആടിൻ്റെ പ്രകൃതം. ഇതാണ് ആത്മീയ മനുഷ്യൻ. നീ സത്യത്തിൽ ആത്മീയ മനുഷ്യനായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ തിരിച്ചറിയാം. എങ്ങനെ? നീ ഏതെങ്കിലും പാപത്തിൽ അബദ്ധവശാൽ വീണു പോയാൽ തന്നെ ഉടനടി നീ കയറി വരും. ഉടനടി കുമ്പസാരിക്കണമെന്ന് പറയും. എനിക്ക് എൻ്റെ തെറ്റുകൾ ഏറ്റുപറയണം, ഈ തെറ്റോടുകൂടെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല, എൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെടുന്നു, എങ്ങനെയായാലും എൻ്റെ തെറ്റ് ഏറ്റുപറയണം, എനിക്ക് പാപമോചനം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. അങ്ങനെ മനസ്സിനെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ നീ ഉത്സാഹിക്കും. അതാണ് ആട്ടിൻകുട്ടിയുടെ പ്രത്യേകത. എന്നാൽ നീ മാനസാന്തരപ്പെടാത്ത ലൗകികൻ അല്ലെങ്കിൽ ജഡികനാണെങ്കിൽ നിന്നെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പന്നിക്കുട്ടി എന്നാണ് പറയുന്നത്. പത്രോസ്ലിയ പറയുന്നു, കുളിച്ച പന്നി വീണ്ടും ചെളിയിൽ ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. പന്നിക്കുഞ്ഞിനെ ഒരു ചെളിക്കുഴിയിലേക്ക് തള്ളിയിട്ട് നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കിട്ടിയതുപോലെയാണ് പന്നിക്കുട്ടികൾക്ക് ചെളിക്കുഴി. ആ ചെളിക്കുഴിയിൽ അത് ഉരുണ്ട് വിരണ്ട് ജീവിക്കും. അതിന് കയറി വരാൻ ഒട്ടും ഇഷ്ടവുമല്ല. ചില മനുഷ്യരങ്ങനെയാണ്, പാപത്തിൻ്റെ ചെളിക്കുഴികളിൽ ഉരുണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ ചെളിയിൽ കിടക്കുമ്പോഴുള്ള തണുപ്പും ആ ചെളി നൽകുന്ന സുഖങ്ങളും ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ചെളിയുടെ സുഖത്തിൽ ഇഷ്ടപ്പെട്ട് ഉരുണ്ട് ജീവിക്കുന്ന ആളുകൾ മാനസാന്തരപ്പെടാത്ത ആളാണ്. അയാൾ ആത്മീയ മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അയാൾ ആത്മീയനല്ല, ആത്മീയത തൊട്ട് തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് പരിശോധിക്കണം, ഞാൻ ആട്ടിൻകുട്ടിയാണോ, ഞാനൊരു പന്നിക്കുട്ടിയാണോ? പന്നിക്കുട്ടിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയരല്ല, നമുക്കതിൽ നിന്ന് കരകയറാൻ എളുപ്പമല്ല. അയാൾക്ക് അടിസ്ഥാന മാനസാന്തരം ഉണ്ടായിട്ടില്ല. അടിസ്ഥാന മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അദ്ദേഹം ആ കുഴിയിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കും. എപ്പോഴും ആ പാപത്തിൻ്റെ ചെളി വിട്ടുപോകാൻ പരിശ്രമിക്കും. ആഫ്രിക്കയിലുള്ള എർമൈനുകൾ എന്ന് പറയുന്ന ജീവിയെപ്പറ്റി വായിച്ചിട്ടുണ്ട്. മുയൽ പോലെയുള്ളൊരു ജീവി. അതിനെ ആളുകൾ പിടിക്കാൻ എളുപ്പമാണത്രേ. അതിനെ ഓടിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ മാളത്തിൽ കയറും. മാളത്തിൽ കയറിയാൽ പിന്നെ പിടിക്കാൻ സാധ്യമല്ല. അതിനെ പിടിക്കാൻ വേണ്ടി ആ കുഴിയുടെ ചുറ്റും ചെളി കുഴച്ചിടും. ചെളി കുഴച്ചിട്ടാൽ ആ ജീവിയുടെ പ്രത്യേകത എന്താണെന്നോ, ശരീരത്തിൽ ചെളി പറ്റിക്കാൻ ഇഷ്ടപ്പെടാത്ത ജീവിയാണ്. അതിനെ മനുഷ്യർ ഓടിക്കും. ചെളി കാണുമ്പോൾ ആ ചെളിയുടെ അടുത്തത് നിൽക്കും. അതിൻ്റെ ദേഹത്ത് ചെളി പറ്റിക്കാൻ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആളുകൾ ഓടി വന്ന് വടി കൊണ്ട് അതിനെ അടിച്ചു കൊല്ലും. എന്നിട്ട് അതിനെ കൊന്ന് കറി വെച്ച് തിന്നും. നോക്കുക, ആ ജീവി ശരീരത്തിൽ ചെളി പറ്റിക്കാൻ ഇഷ്ടപ്പെടാത്ത ജീവി. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ അഴുക്ക് പറ്റിക്കാൻ ഇഷ്ടപ്പെടാതെ ജീവിക്കുന്ന ആളുകളാണ് ആത്മീയർ. അല്ലാതെ ആത്മീയരുടെ വേഷമണിഞ്ഞ് ദ്രവ്യാസക്തി കൊണ്ട് നടക്കുന്നവർ, പണക്കൊതിയന്മാർ, അല്ലെങ്കിൽ ജഡികമായ തിന്മകൾക്ക് വേണ്ടി മനസ്സും കൈയും കാതുമൊക്കെ പരതുന്നവർ, ഇവരൊന്നും ആത്മീയരല്ല. ആത്മീയരുടെ വേഷം മാത്രമേ ഉള്ളൂ. ആ ഭക്തിയുടെ ചൈതന്യത്തെ നിഷേധിക്കുന്ന ആളുകൾ, ബാഹ്യമായിട്ട് ഭക്തിയുടെ രൂപമണിയുകയും ആന്തരികമായി അങ്ങനെ അല്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് കപടഭക്തന്മാർ എന്ന് യേശു കർത്താവ് പറഞ്ഞത്. എന്നും യേശു കർത്താവ് കപടതയ്ക്ക് എതിരായിരുന്നു. കാപട്യം, കർത്താവ് അതിനെ എന്നും എതിരായിരുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് എന്താണ് മറച്ചു വയ്ക്കാനുള്ളത്? 90-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ രഹസ്യ പാപങ്ങൾ തൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടും. കർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് മറച്ചു വെച്ച് നമുക്ക് എന്തെങ്കിലും ജീവിതം നയിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തുറവിയുള്ളൊരു ഹൃദയത്തിനുടമയാകൂ. കർത്താവേ, ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്നു. എനിക്ക് തികച്ചും ഒരു ആത്മീയനായി ജീവിക്കണം. ജഡികനായിട്ടല്ല, ലൗകികനായിട്ടല്ല, തികച്ചും ആത്മീയനായി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു ദൈവമകനായി, ഒരു ദൈവമകളായി ജീവിക്കണം. അവസാനം വരെ ഒരു ദൈവ പൈതലിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സൂര്യനാകാൻ പറ്റിയില്ലെങ്കിലും ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം ഈ ലോകത്തിൽ കൊടുത്തുകൊണ്ട് പോകണമേ. പ്രാർത്ഥിക്കാം അതിനുവേണ്ടി. കർത്താവിന് ആവശ്യം അങ്ങനെ പ്രകാശമുള്ള വ്യക്തിത്വങ്ങളെയാണ്. ദൈവം അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിന് നന്ദി പറയുന്നു. നല്ലവനായ ദൈവമേ, ഞങ്ങൾക്ക് വലിയ സൂര്യൻ്റെ പ്രകാശം നൽകാൻ പറ്റിയില്ലെങ്കിലും ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചമെങ്കിലും നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എണ്ണ പറ്റിയ വിളക്കായി ജീവിക്കാതെ ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ ഞങ്ങളിലേക്ക് ചൊരിയണമേ. തികച്ചും ആത്മീയനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരാട്ടിൻകുട്ടി പോലെ, പാപച്ചേറ്റിൽ നിന്ന് ഓടിക്കയറുന്ന ഒരു ആട്ടിൻകുട്ടി പോലെ ഞങ്ങളെ ഒരുക്കണമേ, നിർമ്മലരാക്കണമേ. നാഥ, ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.